പിന്നെ ഇപ്പോൾ ഇവിടെ പ്രൊമോഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ ശോഭിനെ അറിയുമോ ഡോക്ടർ സോയയ്ക്ക്? ഞാൻ പറഞ്ഞ കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ CPM-ൻ്റെയും LDF-ൻ്റെയും വനിതാ നേതാക്കന്മാർക്കെതിരെ, എന്തിന് ഞങ്ങൾ മരിച്ചുപോയ ബിജുവിൻ്റെ ഭാര്യയ്ക്കെതിരെ, അകാലത്തിൽ മരണപ്പെട്ടു പോയ പ്രവർത്തകനാണ്, ആ ബിജുവിൻ്റെ ഭാര്യയ്ക്കെതിരെ, നമ്മുടെ മന്ത്രി വീണ ജോർജിൻ്റെ കുടുംബത്തിനെതിരെ, മക്കൾക്കെതിരെ ആക്ഷേപം ചൊരിച്ചു കോട്ടയം കുഞ്ഞച്ചൻ എന്നായിരുന്നു ആ ഐഡിയുടെ പേര്. കാരണം അങ്ങനെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ പ്രൊമോഷൻ കൊടുത്ത് KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാക്കി. അതുകൊണ്ട് അപ്പോൾ കൂട്ടത്തിലുള്ളത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. നിങ്ങൾ അതുപോലെ തന്നെ AK സെൻറ്റർ ആക്രമിച്ചു. ഇപ്പം നിങ്ങളിപ്പോൾ കേസ് എടുക്കുന്നതിനെ അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞല്ലോ. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു. അന്ന് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എവിടെ പ്രതികൾ, എന്നിട്ട് അന്ന് പ്രചരിപ്പിച്ചത് എന്താ? AK സെൻറ്റർ ആക്രമിച്ചത് അത് കോൺഗ്രസ് ആണെന്ന് പറയുന്നത് നാടകമാണ് എന്നുള്ള തരത്തിലാണ് അന്ന് പ്രചരിപ്പിച്ചത്. പരിഹസിച്ചുകൊണ്ടാണ് അന്ന് ചർച്ചകൾ പോലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വസ്തുതകൾ പുറത്തു വന്നല്ലോ. ഇവിടെ നമ്മൾക്ക് പിന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഗീതാ മാഡം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഒന്ന്, ഇവിടെ ഇപ്പോൾ പോക്സോ കോടതികൾ സ്ഥാപിച്ചത് അത് വ്യാപകമാക്കിയത് ഈ ഗവൺമെൻറ്റാണ് മാഡം. അതുപോലെ വനിതകൾക്ക് യഥേഷ്ടം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പഴയകാല പോലീസ് സ്റ്റേഷനുകളല്ല, കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള, പൂർണ്ണമായി മാറി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ, ജോലി ചെയ്യുന്ന എല്ലാ പോലീസുകാരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരല്ല, മാനസികമായി അതിനെ എതിർക്കുന്നവരുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ അവരുടെ പ്രവർത്തനത്തിലും വർത്തമാനത്തിലും ഉണ്ടാകും. അതെല്ലാം ഞങ്ങൾക്കെതിരായി തന്നെ മാറുകയും ചെയ്യും. പക്ഷേ അത് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കണ്ടേ. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നു. പിന്നെ എപ്പോഴും നെഗറ്റീവ്സിലല്ലേ നമ്മൾ പറയുകയുള്ളൂ. അതിനെ അങ്ങനെ കാണാം. നന്മകൾ വരുമ്പോൾ അന്നേരം പിണറായിയുടെ പോലീസാണെന്ന് പറയില്ല. കുറ്റങ്ങൾ വരുമ്പോൾ മാത്രം പിണറായിയുടെ പോലീസാണ്. മാഡം പറഞ്ഞ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ അതിവേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോടതി സ്ഥാപിക്കണം എന്നുള്ള ആവശ്യത്തോട് ഞാനും യോജിക്കുന്നു. ശരിയാണ്, വളരെ വേഗത്തിൽ. കാരണം മറ്റുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ കോടതികൾ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു കുറച്ചുകൂടി ശ്രദ്ധാപൂർവമായ ഒരു ഇടപെടലുകൾ നടത്തി അത് സ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കഴിയുന്ന തരത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താം. പിന്നെ മാഡം ഇപ്പോൾ SFIയെ ന്യായീകരിക്കേണ്ടി വന്നത് SFIക്കെതിരായിട്ട് കഴിഞ്ഞ മാഡം ഇപ്പോൾ ഇതിനൊന്നും പോകുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിശക്തമായി SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിലെ ഈ മാധ്യമങ്ങൾ വളരെ SFI ആണോ അപ്പോഴേ വാർത്ത വരും. ഇപ്പം ഞാൻ ചോദിക്കുക, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു പീഡന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്താണ്? ശരത് നമ്പ്യാർ അല്ലേ? ശരത് നമ്പ്യാർ ആരാണ്? ശരത് നമ്പ്യാർ ഇവിടെ CPM ഇപ്പോൾ തൈക്കാട്ടുശ്ശേരിയിൽ ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൽ അതിലെ ഒന്നാം പ്രതി CPM ആണെന്നങ്ങ് പ്രഖ്യാപിച്ചേക്കല്ലേ. പുലബന്ധം പോലും CPM-ആയിട്ടില്ല. അയാൾ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതങ്ങ് CPM-ആയിട്ട് സ്ഥാപിക്കുക. അതേ അങ്ങനെ വാർത്ത നൽകുന്നവർ ശരത് നമ്പ്യാർ ആരാണെന്ന് കൂടെ പറയണ്ടേ. ശരത് നമ്പ്യാർ അവിടെ കോൺഗ്രസിൻ്റെ മുൻ DCC പ്രസിഡന്റിൻ്റെ മകനാണ്. അത് വാർത്തയേ അല്ല. അതേസമയം CPM-ഓ SFIയുമായിട്ട് ഒരു വിദൂര ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വാർത്തയാകുന്നു. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ വളരെ ബോധപൂർവം CPM-നെയും SFIയെയും കരിവാരി തേക്കാനുള്ള പ്രവണത ഉത്തരവാദിത്വം അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കാലതാമസം ഉണ്ടാകുമ്പോൾ സർക്കാരിനെ വിമർശിക്കരുത്. ആ പ്രതികളുടെ രാഷ്ട്രീയം പറയരുത്. അയാൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്ന് പറയരുത്. പറയുകയാണെങ്കിൽ അതേ നാവുകൊണ്ട് പ്രതിപക്ഷത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതാണെന്നുള്ള പ്രശ്നം, അതല്ല നിങ്ങളെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ കുറ്റപ്പെടുത്തുന്നതാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? സർക്കാരിനെ വിമർശിച്ചോളൂ. അതുപോലെ പ്രതിപക്ഷത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ക്ലീൻ ചിറ്റ് കൊടുക്കുക. ഞങ്ങൾ സർക്കാരിനെ വിമർശിച്ചാൽ ഉടനെ തന്നെ പ്രതിപക്ഷത്തെ അങ്ങനെ എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കി നടക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വിമർശിക്കണം. ഒരു വിഷയത്തിൽ അത് ആരുമാകട്ടെ, ഒരു കുറ്റകൃത്യം നടന്നു, അവിടെ അലംഭാവം ഉണ്ടായി പോലീസിന്റെ ഭാഗത്തുനിന്ന്, അങ്ങനെ അലംഭാവം ഉണ്ടായി എന്ന് വിളിച്ചു പറയുന്ന ആ നിമിഷം തന്നെ പ്രതിപക്ഷത്തെ ആരെങ്കിലും കുറ്റം ചെയ്തതെന്ന് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെയാണോ? അല്ല, നിങ്ങളിങ്ങനെ അല്ല നിങ്ങൾ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾ
ഇങ്ങനെയാണ് ഒരു എം ആങ്കർ നൗഷാദിന്റെ പ്രതികരിക്കേണ്ടത്. ഇത്രയും നേരത്തെ ഇതാണ് സംസാരത്തിന്റെ ആങ്കറുടെ പ്രധാന നിലപാട്. ഫോക്കസ് അത് മാത്രമാണ്. ഇങ്ങനെ ഇവിടെ ഒരു കുറ്റകൃത്യങ്ങൾ ആങ്കറുടെ വർദ്ധിക്കുമ്പോൾ നിലപാടാണ്. പോലീസിന്റെ അലംഭാവം ഇതിനോടാണ് നിങ്ങളുടെ നമുക്ക് കൺസേണേ അല്ല. യോജിപ്പ്. നിങ്ങളുടെ പ്രശ്നം ഇതിനോടാണ് നമുക്ക് മാധ്യമങ്ങൾ യോജിപ്പ്. പക്ഷപാതപരമായി പെരുമാറുന്നു. ഇത് ശരിയല്ല. മാധ്യമങ്ങൾ പ്രതിപക്ഷ നിങ്ങൾ നേതാക്കളും സർക്കാരിനെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വിമർശിക്കണം, ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നില്ല. തിരുത്തണം. ഇതാണ് നിങ്ങളുടെ ക്രക്സ് പറയുന്നതിന്റെ.